പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അഫ്വാൻ ഉണ്ടല്ലോ, വെഞ്ഞാറമൂട്ടിലെ ധീര രക്തസാക്ഷി ആയിട്ടില്ല, വേണമെങ്കിൽ ഒരു യഹ്യാ സിൻവാർ ഒക്കെ ആക്കി മാറ്റാനുള്ള ശ്രമം നമുക്ക് ക്രമേണ പ്രതീക്ഷിക്കാം. അതൊക്കെ നടക്കും നമ്മുടെ നാടായതുകൊണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അഫ്വാനെ വിമർശിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വിമർശിച്ചിട്ടല്ല, ആ നടന്ന വസ്തുതകളൊക്കെ പറഞ്ഞിട്ട്. ഉമ്മയുടെ അതിമോഹം വിനയായതും 65 ലക്ഷം രൂപ കടബാധ്യതയായത് എങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞിട്ട്, ആ ചെകുത്താൻ ട്രെയിനിലെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ. അതിന്റെ താഴെ വന്ന ആദ്യത്തെ ഒരു കമന്റ് ഉണ്ട്, രസകരമായ ഒരു കമന്റ്. ഒരു മുഹമ്മദീയൻ എങ്ങനെയായിരിക്കണം എന്ന് മാത്രമല്ല, ഈ അഫ്വാനെ പോലെയുള്ള ആളുകളെ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്ന രൂപത്തിൽ ഉള്ള ഒരു കമന്റ്. ലോകം മുഴുവനും ഞെട്ടിത്തരിച്ചിരിക്കുവാണ്. ഈ വാർത്ത എവിടെയെല്ലാം വന്നു എന്നത് നമുക്കറിയാം. ഏതെങ്കിലും രൂപത്തില് ഇവന് ശത്രുതയുള്ള ആളുകളെ ആയിരുന്നില്ല ഇവൻ ഉപദ്രവിച്ചത്, മറിച്ച് ഇവൻ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടായിരുന്ന 3 പേരും ഇവന് വെറുപ്പുണ്ടായിരുന്ന 3 പേരുമായിരുന്നു ഇവന്റെ ചുറ്റികയ്ക്ക് ഇരയായത്. അതില് ഞാൻ ഇന്ന് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ ഒരു ഉമർ മുക്താർ എന്ന് പറയുന്ന ആള് എഴുതിയ ഒരു കമന്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോ. കണ്ടോ? ഉമർ മുക്താർ എഴുതിയ കമന്റ് ആണ് 4 അവേഴ്സിന് മുമ്പ്. ഞാൻ ആ കമന്റ് അങ്ങ് പിൻ ചെയ്തിട്ടു. നിന്റെ ഉമ്മായെ പണ്ണാൻ എത്ര രൂപ വേണമെടി വെടി ജാമിദേ. ഒരു മുഹമ്മദിയൻ ഒരു വിഷയത്തെ എങ്ങനെയായിരിക്കും അപ്രോച്ച് ചെയ്യുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഞാന് നല്ല രൂപത്തിൽ ഒരു മറുപടി ഇട്ടു. നിന്റെ ഉമ്മാക്ക് നീ എത്രയാടാ കൊടുക്കാറ്? എന്റെ വീട്ടിൽ നല്ല കറിക്കത്തിയുണ്ട്, സുനയോടെ നീ വീട്ടിൽ നിന്ന് തിരിച്ചു പോകത്തില്ല, സുനയോടെ നീ വീട്ടിൽ തിരിച്ചു പോകത്തില്ല എന്നൊരു കമന്റ് ഞാനും ഇട്ടു. ഒരുപാട് പേര് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. നിന്റെ ഉമ്മയോട് ചോദിക്കട്ടെ എന്നിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ മറുപടി തന്നെ ധാരാളമാണ് എന്ന് പറഞ്ഞിട്ടും ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോ ഈ മുഹമ്മദ് എന്ന പദം പ്രയോഗിക്കുമ്പോൾ പല ആളുകളും നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിലൊക്കെ മുഹമ്മദിനെ വലിച്ചെഴിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ശവത്തെ പോലും ഭോഗിക്കാൻ പഠിപ്പിച്ച ഒരു മതം, ശിശുവാണെങ്കിലും കുഴപ്പമില്ല, വൃദ്ധരാണെങ്കിലും കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് കാര്യം സാധിക്കാൻ മൃഗഭോഗമാണെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്നറിയിക്കുന്ന ഒരു വിഭാഗം എങ്ങനെ പറയാതിരിക്കും? അവരെ പറയണം എന്ന് വിചാരിച്ചിട്ടൊന്നും പറയുന്നതല്ല. ഇവര് പറയിപ്പിച്ചാ പിന്നെ പറയല്ലാതെ പിന്നെ വേറെന്താ വഴി? ഇവര് ചോദിച്ചു വാങ്ങിക്കുമല്ലേ. നിങ്ങൾ ഞങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടാ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിക്കുക. ഇപ്പൊ എന്റെ ഉമ്മ ഇവനെ എന്ത് ചെയ്തു? എന്റെ ഉമ്മായ്ക്ക് 93 വയസ്സുണ്ട്. എന്തായിരുന്നാലും ഉമർ മുക്താറിന്റെ ഉമ്മായ്ക്ക് അത്രയും വയസ്സുണ്ടാവില്ല. അപ്പോൾ ഉമർ മുക്താറിന്റെ ഉമ്മായെ തീർച്ചയായിട്ടും ഇവൻ ഉപയോഗിക്കുന്നുണ്ടാകും. എന്നാൽ മാത്രമേ മറ്റൊരാളിന്റെ ഉമ്മയെ കുറിച്ച് ഇവനത് പറയാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ട്രെയിനിലും ബസ്സിലും ഒക്കെ ആണെങ്കിലും ശരി, തന്റെ സുന പിടിച്ചു കുലുക്കാൻ തനിക്ക് മനുഷ്യാവകാശമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു മതവിഭാഗത്തോട് നമ്മൾ ഇനി എന്തോ പറയാനാ? എന്റെ സുനയല്ലേ ഞാൻ പിടിക്കുന്നതിനിപ്പോ നിനക്ക് എന്താന്ന് ചോദിച്ചാല് അതിന് നീ എന്തിനാടി കൊച്ചേ നോക്കാൻ പോയത് എന്ന് വരെ അതിനകത്ത് കമന്റ് വന്നിട്ടുണ്ട്. ഇവള് വലിയ വീഡിയോ പിടിക്കൽ കാര്യം, കാരണം വീഡിയോ പുറത്ത് വന്നതോടുകൂടി ഉസ്താദിന്റെ സുനയെ കുറിച്ചിട്ട് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലോ. ഉസ്താദിന്റെ മുഖവും കിട്ടി. സവാദിന്റെ വിഷയം വന്നപ്പോൾ എന്തുകൊണ്ട് സിബ് തുറന്നിട്ടത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നായിരുന്നു പലതും ചോദിച്ചത്. അയ്യോ, ലൈവ് നിർത്താനെന്ന് ഒരാള് വന്നിട്ട് ആണോ? അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നടാ? ഇറങ്ങിക്കൂടാ വിവരദോഷികളെ. വീട്ടിലുള്ളവരെ നിയന്ത്രിച്ചാൽ മതി, മറ്റുള്ളവരെ ഒന്നും നിയന്ത്രിക്കണ്ട കേട്ടാ. ചെല്ല്. കുലുക്കി സർബത്ത് വന്നില്ല, അതിനു മുമ്പ് തന്നെ
കൊച്ച് വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കാര്യം ഏതാണ്ട് സലാമത്താക്കി. അപ്പോ ഈ ഉമർ മുക്താറിനെ പോലെയുള്ള ആളുകൾ ശരിയായ ഒരു മുഹമ്മദീയൻ എങ്ങനെയായിരിക്കും എന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുവാണ്. നിന്റെ ഉമ്മായെ ചെയ്യാൻ എത്രയാണ് എന്ന് ചോദിച്ച ഇവൻ 5 പൈസ പോലും കൊടുക്കാതെ സ്വന്തം ഉമ്മയെ പിടിച്ച് കിടത്തുമെന്നതിൽ എന്താണ് തർക്കം, എന്താണ് സംശയം? അങ്ങനെയുള്ള ഒരാൾക്കല്ലേ ഇങ്ങനെ ചിന്തിക്കാനും പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടാനും പറ്റൂ? അപ്പൊ ഉമർ മുക്താറിനെ കുറിച്ചിട്ട് പറയുമ്പോ ഉമർ മുക്താർ മദ്രസകൾ മുതൽ പഠിച്ചു വന്ന ശീലമാണത്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. എത്രയോ കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന മദ്രസ വാർത്തകൾ ദിനേന കേൾക്കുന്നവരാണ് നമ്മൾ. എന്നിട്ടൊന്നും ഇവര് പഠിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ടും ഇവര് ശരിയായ സമാധാന മതത്തിന്റെ വക്താക്കൾ എങ്ങനെയായിരിക്കും എന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാണ്. സ്വന്തം ഉമ്മയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോ ഈ ക്ലബ് ഹൗസ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഒരു ചാനൽ ഡിബേറ്റ് വന്നതാണ് ആ സമയത്ത്. അപ്പോ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാൽ അതാണോ തെറ്റ്, അതോ ഉമ്മയെ വ്യഭിചരിച്ചാൽ അതാണോ തെറ്റ് എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഗുരുവായൂരപ്പ എന്ന് വിളിച്ചാലാണ് തെറ്റ് എന്ന് പറയാൻ കഴിഞ്ഞു. അപ്പൊ ഉമ്മയെ ഒരു ഭോഗവസ്തുവായി ഉപയോഗിച്ചാലും പ്രശ്നമല്ല. ഇപ്പോ എന്തല്ലറൂറത്തി കുല്ലും ജാഹിസൂൻ എന്ന് മതത്തിലൊരു ചൊല്ലുണ്ട്. നിർബന്ധിതമായ സാഹചര്യത്തിൽ ചില ഹറാമുകൾ ഹലാലാകും. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, ആ സാഹചര്യത്തിൽ അവർക്കത് ഉപയോഗിക്കാം. അതുപോലെ ഇവൻ കൊലച്ച സുനയുമായി എന്റെ വീട്ടിൽ എന്റെ ഉമ്മാടെ അടുത്താണ് വരുന്നതെങ്കിൽ ഇവൻ ജീവനോടെ തിരിച്ചു പോകത്തില്ല. ഇവന്റെ ഉമ്മയെ പോലെയും ഇവന്റെ വാപ്പ ഇവന്റെ ഉമ്മയെ ഇവന്റെ കൂടെ കിടക്കാൻ വിടുന്നത് പോലെ, ക്ഷമിക്കണം പറയേണ്ടി വരുന്നതാണ്, ഇവന്റെ സഹോദരങ്ങളൊക്കെ അതിന് സപ്പോർട്ട് നിൽക്കുകയും ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല. എന്റെ വീട്ടിൽ കൈക്കരുത്തുള്ള ആണുങ്ങളുണ്ട്, തന്റെ ഇടമുള്ള പെണ്ണുങ്ങളുമുണ്ട്. ഉമർ മുക്താറിന്റെ വീട്ടിലെ കൂട്ടിക്കൊടുപ്പ് സംഘത്തെ പോലെയല്ല, നേരും നെറിയുമോടുകൂടി വളരുകയും പഠിക്കുകയും ചെയ്ത മക്കളുണ്ട് എന്റെ വീട്ടില്. അവരൊക്കെ കേറി കൈവെക്കും. ഇവനൊക്കെ മക്കളെന്നില്ല, സഹോദരി എന്നില്ല, ഇനി ഉമ്മയെന്നില്ല, നാട്ടുകാരെന്നില്ല, സഹോദരന്റെ മക്കളെന്നില്ല, സഹോദരിയുടെ മക്കളെന്നില്ല, ഒരൊറ്റ വികാരമേ ഇവർക്ക് അറിയൂ. അതുകൊണ്ടാണ് ഒരു പോപ്പുലർ ഫ്രണ്ടുകാരന് സ്വന്തം സുഹൃത്തിന്റെ കുട്ടിയെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് തൊഴിലുറപ്പുകാർ കണ്ടില്ലെങ്കിൽ അത് പെട്ടുപോയേനെ. അതിനെ കൊണ്ടുപോയി ഇന്നോവ കുളിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? തന്റെ സുഹൃത്തിന്റെ കുട്ടിയാ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കാണാൻ കഴിഞ്ഞാൽ ഒരിക്കലും ഇവൻ കാമക്കണ്ണുകളോടുകൂടി അതിനെ കാണാൻ സാധിക്കുമായിരുന്നില്ല, അതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവൻ നോക്കുമ്പോൾ കൃഷിയിടമാണ്. അതുകൊണ്ടാണ് ട്രെയിനിനകത്ത് കയറിയാലും ബസ്സിനകത്ത് കയറിയാലും പെണ്ണല്ലേ, ഓ കൃഷിയിടമാണ്, കുഴപ്പമില്ല, കുറച്ച് മൂത്താലും ഇവർ അതിന് തന്നെ ഉള്ളതാണല്ലോ എന്നുള്ള ഇവരുടെ ചിന്താഗതി ഉണ്ടല്ലോ, അതിനാണ് ഇവിടെ ചികിത്സ വേണ്ടത്. അത് നമ്മൾ പറയുമ്പോൾ ഇവര് പറയുക ഇവരുടെ മതത്തെ നമ്മൾ പറയുന്നു. ഇതുപോലെയുള്ള കമന്റ്സുകൾ ഇവന്റെയൊക്കെ ഉമ്മാമാർക്ക് നേരെ ഇവന്റെയൊക്കെ സുഹൃത്തുക്കൾ ഇട്ടാൽ ഇവനൊക്കെ എന്തായിരിക്കും മറുപടി പറയുക? അപ്പൊ പറയോ കുറച്ച് പൈസ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടോടാ, രാത്രി വന്നോ ഞാൻ കതക് തുറന്നു തരാമെന്ന് പറയോ? അങ്ങനെ പറയുന്ന കഴകത്ത് കെട്ടവന്മാർക്കേ ഇതൊക്കെ ചെയ്യാനും പബ്ലിക്കിൽ വന്ന് മറ്റൊരാളുടെ ഉമ്മയെ ഇങ്ങനെ പറയാനും കഴിയും. എന്റെ ഉമ്മ ആരോടും ഒന്നും ചെയ്തിട്ടില്ല, തികഞ്ഞ വിശ്വാസിയാണ്. അപ്പോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാനും സാധിക്കണം ഒരു ഗഡ്സ്. നമ്മളത് ആ ഡിബേറ്റിനുള്ള നമ്പറല്ലേ ഇട്ടിരിക്കുന്നത്. പബ്ലിക്കായിട്ട് ഒളിച്ചിരുന്ന് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാറൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ, ചോദിക്കണമെങ്കിൽ, ഡിബേറ്റ് ഇടണമെങ്കിൽ നമ്മൾ തയ്യാറാണല്ലോ. അതിനൊന്നും തയ്യാറാകാതെ ഒളിഞ്ഞിരുന്ന് തെറി വിളിക്കുന്ന നട്ടെല്ലില്ലാത്തവന്മാർക്കുണ്ടല്ലോ മറുപടിയെ വശമോ.